Hello everyone, once again welcome back to my channel. ഞാൻ ഐശ്വര്യ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന പാനൽ കട്ട് കുർത്തിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, നമ്മുടെ പാനൽ കട്ടിന് ഫിനിഷിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പൊതുവേ കൂടുതലും നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെയാണ്, എല്ലാവർക്കും അറിയാം നമ്മുടെ പാനൽ കട്ടിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു. ഒത്തിരി പേര് എന്നെ പുറത്തൊക്കെ വെച്ച് കാണുമ്പോഴും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട്, ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പാനൽ കട്ട് എന്താ വരാത്തെ, എന്താ ഇത്ര ഡിലേ ആവുന്നതെന്നൊക്കെ. ശരിക്കും നമ്മുടെ മാസ്റ്റർ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്ന കാരണം നമുക്ക് ഈ ഒരു പാനൽ കട്ട് ചെയ്യാനായിട്ട് തന്നെ പറ്റില്ല. അപ്പോൾ പുള്ളിയാണ് ഇതെല്ലാം കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് പാനൽ കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പുള്ളി എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ പാനൽ കട്ട് അങ്ങനെ റെഡി ആയിരിക്കണം. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നല്ല കിഡിലം പാനൽ കട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം ആണ്, നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും അതോടൊപ്പം തന്നെ ഹാൻഡ് വർക്ക് ആണെങ്കിലും ഫിറ്റ് ആണെങ്കിലും ഒക്കെ ഒരു രക്ഷയില്ല, കിഡിലാണ്. ഇനി നമുക്ക് നേരെ ആ ഒരു കുർത്തിന്റെ ക്ലോസ് ആ വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് ആ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ്. അതിൽ നല്ല ഭംഗിയിൽ തന്നെ കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ മിറർ വർക്കും ഒക്കെ വെച്ചിട്ട് നല്ല തിക്കാക്കി തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്, പക്ഷെ തിക്ക് വർക്കും ആണ്. നെക്കൊക്കെ അടിപൊളിയാണ്. ഫാബ്രിക്കിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്യോർ അജ്രക്കിന്റെ തന്നെ പ്യോർ കോട്ടൺ ആണ്. അതോടൊപ്പം തന്നെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. പാനൽ കട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യ്. നമുക്ക് ഇതിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാനൽ കട്ടിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള ഒരു പാനൽ കട്ടാണ്. ശരിക്കും ഇതിൻ്റെ കൂടെ ചേരുന്ന സ്കിൻ ഷെയ്ഡോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബോട്ടോ ഒക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെയിം ഷെയ്ഡും കൊടുക്കാം. ആ ഒരു ബോട്ടോ ആണ് ഭംഗി. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ, എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി. പ്രിന്റ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. ജസ്റ്റ് ആദ്യമേ തന്നെ പാനൽ കട്ടിന്റെ പ്രത്യേകത ഒന്ന് പറയാം. ഇതുപോലെ ഇത്രയധികം ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു പാനൽ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയധികം കംപ്ലീറ്റ് ലോക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് ഈ ഒരു പാനൽ കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തന്നെ ഒതുങ്ങി കിടക്കും. ഭയങ്കര ഫിനിഷിങ്ങിലാണ് നമ്മുടെ പാനൽ കട്ട് എല്ലാം കൊണ്ടുവരുന്നത്. നമ്മുടെ പാനൽ കട്ട് ഇടുന്നവർക്ക് അറിയാം അതിന്റെ പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇതാണ് ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു യോക്ക് പാർട്ട് നല്ല തിക്കാക്കി തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ കാണാൻ സിമ്പിൾ ആണ്. വർക്ക് വന്നിട്ട് നല്ല തിക്ക് വർക്കാണ്. പൈപ്പിംഗ് കൊടുത്തിട്ടാണ് യോക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്, ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ശരിക്കും ഈ ഒരു പാനൽ കട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിപ്പം ഏത് ഏജ് ഗ്രൂപ്പുകാർക്ക് വേണേലും യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല തടിയുള്ള ആളാണെങ്കിൽ പോലും ഈ ഒരു പാനൽ കട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഒതുങ്ങി തന്നെ നല്ല ഷേപ്പിന് നല്ല ഒതുങ്ങിയിരിക്കും. നമുക്ക് ഇടാനും ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഷോപ്പിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഒക്കെ നമുക്ക് ഏറ്റവും അധികം സെയിൽ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു പാനൽ കട്ടാണ്. പിന്നെ നമ്മുടെ അത്രയധികം കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇത്രയും ഡിലേ പാനൽ കട്ട് കൊണ്ടുവരാൻ ഇത്ര ഡിലേ ആയ റീസൺ നമ്മുടെ മാസ്റ്റർ സ്ഥലത്തില്ല, നാട്ടിൽ പോയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിലേ ആയത്. പിന്നെ ഇതിൽ നമുക്ക് മീഡിയം ടു XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് 4XL സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് മുതൽ 4XLും സ്മോളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ മിനിമിയിലെ 1-2 കളക്ഷനുകൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിനിമിയിലെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് കിഡ്സിന്റെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ട് വെറുതെ ഇടുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത്. ഒരു റിങ്കിൾ ടൈപ്പ് ഫാബ്രിക് ആണ്, ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ് വരുന്നത്. അതിൽ ചെറിയ ബോയൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. കുഞ്ഞ് പഫ് സ്ലീവ് ഒക്കെ ആയിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് ഫ്രോക്കിന്റെ ബാക്ക് വ്യൂ. കുഞ്ഞു കുട്ടികളുടെ സൈസാണ് കേട്ടോ. ഈ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു 6 മന്ത്സ് മുതൽ ഒരു 18 മന്ത്സ് വരെ ഉള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന സൈസ് നമുക്കിതിലുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ബോയ്സിൻ്റെ തന്നെ ഷർട്ടും കുഞ്ഞു ഷോർട്ട്സും കൂടി ആയിട്ട് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. സൈസ് വന്നിട്ട് ഇത് നമുക്ക് 3 മന്ത്സ് മുതൽ 9 മന്ത്സ് വരെയുള്ള സൈസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതും വന്നിട്ട് ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചെന്ന് മാത്രം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.